സെൽഫ് ലവിനെ പറ്റി നമുക്ക് ഒരു അവയർനെസ് ഉണ്ടല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റിയും നമ്മുടെ മൂഡിനെ എങ്ങനെയാണ് ബെറ്റർ ആക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു അറിവുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്, നമുക്കൊരു വളരെ സ്ട്രെസ്സുള്ളൊരു ദിവസം വന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊരു പ്രോബ്ലം നമുക്കുണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്നൊന്ന് പുറത്തോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ശ്രദ്ധ മാറ്റി സ്ട്രെസ്സിനെ കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ബെറ്റർ ആകുകയാണ് ചെയ്യാറ്. ഇതിനെ നമ്മൾ ഈസി സെൽഫ് ലവ് എന്നാണ് പറയുന്നത്. കാരണം ഇത് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രാക്ഷൻ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഫോമാണ് ടഫ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് ചെയ്തെടുക്കുക അത്ര എളുപ്പമല്ല. നമ്മൾ ഈ തെറപ്പി അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തെറപ്പി അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ചിലപ്പോൾ ചെറിയ പ്രായം തൊട്ടേ അവരുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളായിരിക്കും. അത് ഇപ്പോഴും ഒരു വലിയൊരു വൂണ്ടായിട്ട്, ഒരു വിഷമമായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ വീണ്ടും ഓർത്തെടുത്ത് അതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിഷമം വരും, വല്ലാതെ സെൽഫ് ഹെയ്റ്റ് ചിലപ്പോൾ തോന്നും, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വല്ലാത്ത ഒരു വിഷമവും ഹോപ്പ്ലെസ്നെസ്സും ഒക്കെ തോന്നും. പക്ഷേ അങ്ങനെ തോന്നുമെങ്കിൽ പോലും അതിനെ നമ്മൾ ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ റീവിസിറ്റ് ചെയ്ത് ആ വിഷമങ്ങളെയൊക്കെ വീണ്ടും നമ്മൾ ഓർത്തെടുത്ത് അതിൽ എന്താണ്, ചില ആൾക്കാർക്കൊരു തോന്നലുണ്ടാവും, ഞാൻ അന്ന് ചെയ്ത കാര്യം തെറ്റായി പോയോ. ഉദാഹരണത്തിന് ഒരു ചൈൽഡ് അബ്യൂസ് നേരിട്ടൊരു കുട്ടി ഇപ്പോഴും ഒരു അഡൾട്ട്ഹുഡിൽ എത്തിക്കഴിഞ്ഞ ശേഷം ചിന്തിക്കും, അത് എൻ്റെ തെറ്റായിരുന്നോ, എൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ ആ കുട്ടിയുടെ പേരൻസോ റിലേറ്റീവ്സോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, നീ ശ്രദ്ധിക്കണമായിരുന്നു, നിന്റെ കുഴപ്പമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ ആയിരിക്കും ആ കുട്ടി അത്രയും വർഷം ജീവിച്ചു വന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയുടെ തെറ്റല്ല എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കണമെങ്കിൽ ആ സാഹചര്യത്തെ വിശദമായി അനലൈസ് ചെയ്യുകയും അന്ന് അനുഭവിച്ച ആ ഒരു മനസ്സിൻ്റെ വേദന ഇപ്പോഴും ചിലപ്പോൾ 20 വർഷമോ 40 വർഷമോ കഴിഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും അനുഭവിക്കുന്ന പോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മൾ അതിലേക്ക് റീവിസിറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ പതുക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മുടെ തെറ്റെല്ലാം നമ്മളെ ബോധിപ്പിക്കുകയും റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സാവധാനം നമ്മളെ അംഗീകരിക്കാനും ആ ഒരു സെൽഫ് ലവ് നമുക്ക് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഈ ടഫ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഒരുപാട് വിഷമിക്കുമെങ്കിലും അവസാനം അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും മനസമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാനും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഓരോ വിഷമങ്ങൾ വരുമ്പോൾ അതിനെ കൂടുതൽ ചിന്തിച്ച് അതിനെ അനലൈസ് ചെയ്യണം. നമ്മുടെ തെറ്റുകൾ അതിൽ ഇല്ല എന്നുള്ളതാണ് മിക്കപ്പോഴും സംഭവിക്കാറ്. ഇല്ലാത്ത തെറ്റുകളെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഒരു ഗിൽറ്റി ഫീലിംഗ് അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും പലർക്കും നടക്കുക. അപ്പോൾ അത് നമ്മളെ സ്വയം അംഗീകരിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വളരെ കൈൻഡായി കമ്പാഷനേറ്റായി നമ്മളെ ഡീൽ ചെയ്യാനും നമുക്ക് കഴിയുമ്പോൾ ഒരു ടഫ് സെൽഫ് ലവിലൂടെ നമുക്ക് നല്ല മനസമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും.